ഇന്ത്യയിൽ ബ്രിട്ടന്റെ F-35 കിടക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ബ്രിട്ടൻ പാർലമെന്റ്. നാറ്റോയുടെ സഖ്യകക്ഷിയല്ലാത്ത ഒരു രാജ്യത്ത് ജനവാസ മേഖലയിൽ ഇത്രയും അത്യാധുനിക വിമാനം ഏറെക്കാലം നിർത്തിയിട്ടിരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കും. എന്നാൽ F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷിതമെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലൂക്ക് പൊള്ളാർഡ്. വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്ന ചോദ്യങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള മറുപടി. പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് MP ബെൻ ഒബൈസ് ആണ് വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഹൗസ് ഓഫ് കോമൺസിൽ ഉന്നയിച്ചത്. സർക്കാർ നടപടികളെക്കുറിച്ചും F-35 എന്ന് തിരികെ എത്തിക്കാനാകുമെന്നും ചോദ്യങ്ങൾ ഉയരുന്നു. ഇന്ത്യൻ സേനയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് F-35 ലാൻഡ് ചെയ്ത സമയത്ത് ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ കനത്ത സുരക്ഷയിലാണ് വിമാനമെന്നും റോയൽ എയർഫോഴ്സ് സംഘാംഗങ്ങൾ എപ്പോഴും F-35-നൊപ്പമുണ്ട് എന്നും മന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. ഇന്ത്യൻ സേനയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് F-35 ലാൻഡ് ചെയ്ത സമയത്ത് ലഭിച്ചത് എന്ന് മന്ത്രി പറഞ്ഞു. യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 യുദ്ധവിമാനം നന്നാക്കാൻ വിദഗ്ധ സംഘം ഇന്നെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 40 അംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക. F-35 നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാവും ഉപകരണങ്ങളുമായി സംഘം എത്തുക. ഹാങ്ങറിൽ എത്തിച്ച് തകരാർ പരിഹരിക്കാനായില്ല എങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോബൽ മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകാനും നീക്കമുണ്ട്. വിമാനത്തിന്റെ 2 ചിറകുകളും അഴിച്ചുമാറ്റിയ ശേഷമാകും കൊണ്ടുപോവുക. ജൂലൈ 15-നകം വിമാനം ഇവിടെ നിന്നും കൊണ്ടുപോകും എന്നാണ് സൂചന. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിച്ചാലുടൻ ഇവരെത്തും. വ്യോമസേനയുടെ പ്രത്യേക അനുമതിയും കൂടി ലഭിച്ചാലേ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് മേഖലയിൽ കടക്കാനാകൂ. F-35 പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ 2 ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇവർ ഉൾപ്പെടെ 7 പേരാണ് വിമാനത്തിന്റെ മേൽനോട്ടത്തിനായി ഇവിടെ തുടരുന്നത്. വിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് വലിച്ചു മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കും. അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനെത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35 ഇന്ധനക്കുറവുണ്ടായതിനെ തുടർന്ന് 14-ാം തീയതി രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. നിലവിൽ വിമാനത്താവളത്തിന്റെ 4-ാം നമ്പർ ബേയിൽ CISF-ന്റെ സുരക്ഷാ വലയത്തിലാണ് F-35. എന്നാൽ F-35 പറന്നുയർന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തേക്ക് മടങ്ങിപ്പോയി. HMS പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ $110 മില്യൺ വില വരുന്ന 5-ാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് ജൂൺ 14-നാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ലാൻഡിംഗിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിലാണ് തകരാർ കണ്ടെത്തിയത്. ലാൻഡിംഗ് ഗിയർ, ബ്രേക്ക് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണ് ഹൈഡ്രോളിക് സംവിധാനം. വിദഗ്ധർ എത്തി പരിശോധിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടുപോയത്. എന്തായാലും ഇന്ത്യയിൽ തുടരുന്ന F-35 വിമാനത്തെക്കുറിച്ച് ബ്രിട്ടനും ആശങ്കാകുലരാണ് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.